12, 13, 14 വർഷമായിട്ട് വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ദാമ്പത്യമാണ്. ഭർത്താവും ഭാര്യയും 2 കുട്ടികളും 11 വയസ്സും 10 വയസ്സൊക്കെയുള്ള കുട്ടികളൊക്കെയുള്ള ദമ്പതിമാരാണ്. പെട്ടെന്നൊരു കാരണങ്ങൾ കൊണ്ട്, നിസ്സാര കാരണങ്ങളാണ്, ഒരു വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവാം, അവർ പെട്ടെന്ന് പറഞ്ഞു. അത് വലിയ പ്രശ്നമായി, ഡിവോഴ്സായി. പൂരം പറഞ്ഞ പുരുഷൻ ഇരിക്കുമ്പോൾ തന്നെ അയാളുടെ ഭാര്യ മരിക്കണമെന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊരു എന്നെ ഒരാൾ വിളിച്ച് ചീത്ത പറഞ്ഞു. പണം ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ സോളും നമ്മളുടെ ജാതകവും നമ്മൾ ജനിച്ച സമയവും കറക്റ്റായിരിക്കണം. ചില സമയത്ത് ഞാൻ ചില ജാതകങ്ങൾ നോക്കുമ്പോൾ ഞാൻ ചോദിക്കാണ്ട് ഈ ജാതകം സത്യമാണോ ചോദിക്കുമ്പോൾ അവർ പറയും മേഡം ആരോടും പറയരുത്, ജാതകം തിരുത്തിയതാണ്. കാരണം ചൊവ്വാദോഷം മൂലം പയ്യൻ്റെ കല്യാണം നടക്കുന്നില്ല, അപ്പോൾ ജാതകം തിരുത്തിയതാണ്. 7 ആദിത്യം നിന്നാൽ വിവാഹം തടസ്സപ്പെടാം. അയാളുടെ ജാതകത്തിൽ 7 ആദിത്യം, വിവാഹം തടസ്സപ്പെടാം. അയാളുടെ ദാമ്പത്യ ജീവിതം ദുരിതപൂർണ്ണമായിരിക്കും. 10-8 പൊരുത്തം സമസപ്തമ യോഗം പറഞ്ഞ ജാതകമായിരുന്നു. 3 ആചാര്യന്മാർ 3 ഗണിതന്മാരുടെ അടുത്ത് നോക്കി, അവർ പറഞ്ഞു നല്ലതാണ്, നടത്തിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഒരു വയസ്സുള്ള കുട്ടിയായപ്പോൾ ഞങ്ങൾ ഡിവോഴ്സായി. രാഹുൽ ദശാകാലം ശുഭനായിട്ടുള്ള വ്യക്തികളൊക്കെ സിനിമ എടുത്താൽ രാഹുൽ ദശയിലെ സിനിമ എടുത്ത സിനിമ കത്തിക്കയറും. എൻ്റെ വീടിൻ്റെ വാസ്തു ക്ലിയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഗുരു എൻ്റെ ജാതകം എടുത്ത് നോക്കുന്നത്. 24-ാമത്തെ വയസ്സിലാണ് ജാതകം എടുത്ത് നോക്കിയിട്ടാണ് പറയുന്നത്, നിനക്ക് ഇങ്ങനെ ഒരു യോഗമുണ്ട്, നിനക്ക് ടീച്ചറാവാനല്ല ആചാര്യയാവാനുള്ള യോഗമുണ്ട്. ഹായ് ഓൾ, മൈൽ സ്റ്റോൺ ബിലീവ്സിൽ ഇന്ന് നമുക്കൊപ്പം ഫേമസ് ആസ്ട്രോളജിസ്റ്റ് ഡോക്ടർ രമണി പി ആണ്. വെൽക്കം മാം. വെൽക്കം, നമസ്കാരം. അപ്പോൾ ഈ ആസ്ട്രോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ എല്ലാവർക്കും ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഡെസ്റ്റിനി ഓൾറെഡി തീരുമാനിക്കപ്പെട്ടതാണോ, നമ്മുടെ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ബർത്ത് ചാർട്ടിൽ 9 ഗ്രഹങ്ങളുണ്ട് ശരിക്കും ഒരാളുടെ ഇതിൽ, പക്ഷെ ഒരു ഗ്രഹമാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഈ ജ്യോതിഷത്തിൽ നമ്മൾ ശരിക്കും എത്രത്തോളം വിശ്വസിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ഡെസ്റ്റിനി അതിൽ ഓൾറെഡി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും? തീർച്ചയായിട്ടും ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല. ഇപ്പോൾ 9 ഗ്രഹങ്ങളെന്ന് പറഞ്ഞു. ഇപ്പോൾ പുതിയ ജ്യോതിഷപ്രകാരം 12 പറയുന്നുണ്ട്, പക്ഷേ 12 ഇല്ല. നേരത്തെ ജ്യോതിഷശാസ്ത്രത്തിലെ ഗ്രഹങ്ങളിൽ 9 എന്നുള്ളത് രാഹുവും ഗുളികനും പുറത്തായിരുന്നു. ഇപ്പോൾ രാഹുവും ഗുളികനും ഉൾപ്പെടെ 9 പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നമ്മൾ ജ്യോതിഷത്തിൽ ഇപ്പോൾ പൊതുവെ കണക്കാക്കുന്ന ജനനം മുതലാണ്. ഇപ്പം കൂടുതൽ കുട്ടികളും ജനിക്കുന്നത് സിസേറിയൻ മൂലം. സിസേറിയനിൽ ശരിക്കും പറഞ്ഞാൽ പ്ലാനറ്റ്സിൻ്റെ ആ ഒരു ഇതില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഒരു കുട്ടി ജനിക്കുക, ഞങ്ങളിങ്ങനെ സിസേറിയൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഏത് സമയത്ത് ഏത് നാളിൽ എപ്പോൾ നിങ്ങൾ ഡോക്ടറോട് പറയണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, മകനക്ഷത്രം 2-ാം പാദം മതി, ആദ്യ പാദം വേണ്ട, ഗണ്ണാന്തമുണ്ട്. 2-ാം പാദം മതി എന്ന് പറയുമ്പോൾ 10:00-ക്കാണെങ്കിൽ 10:35, 10:40 ഡോക്ടറോട് പറയൂ. അപ്പോൾ ഈ 10:40 ഡോക്ടറോട് പറയും, 10:40 ഡോക്ടർ കുട്ടിയെ ജനിപ്പിക്കുകയാണ് അവിടെ. പക്ഷേ ആ ജനനം മുതലല്ല, അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തൊട്ടേ കുഞ്ഞിന് നമ്മൾ ഈ പറയുന്ന പ്ലാനറ്റ്സിൻ്റെ ഒരു ബേസിക് ഫ്ലുവൻസ് കുട്ടിയിലുണ്ട്. ഇതാരും അറിയുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം നേരത്തെ ധരിച്ചിരുന്ന ജാതകം എന്ന് പറയുന്ന കുട്ടി ജനിക്കുമ്പോൾ, ഇപ്പോൾ സിസേറിയൻ മൂലം കുട്ടിയെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരുന്ന സമയം തൊട്ടുള്ള ജാതകമാണ്. 10:15 10:15 തൊട്ട് ജാതകം എഴുതുന്നു. പക്ഷേ അവിടെ 9-ാം ഭാവവും 5-ാം ഭാവവും നോക്കിക്കഴിഞ്ഞാൽ ഈ 12 രാശികളിൽ പോകുന്ന പ്ലാനറ്റ്സ് അനുസരിച്ച് 9-ാം ഭാവവും 5-ാം ഭാവവും നോക്കിക്കഴിഞ്ഞാൽ ഈ ജനിച്ച വ്യക്തി അല്ലെങ്കിൽ കുട്ടി ആണായാലും പെണ്ണായാലും കഴിഞ്ഞ പൂർവ്വജന്മം എന്ന് പറയുന്ന ഒന്നുണ്ട്. പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എവിടെയാണ് ജനിച്ചത്, എങ്ങനെയാണ്, ഇതെല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിന് മാത്രമല്ല, ഈ 12 ഗ്രഹങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ ഗുളികൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിന് നമ്മുടെ ജാതകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ രാശിയിലോ ഒന്നും വലിയ സ്വാധീനം ആരും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ക്രിയാത്മകമായ എല്ലാ കാര്യങ്ങളും ഈ ഗുളികൻ എന്ന് പറയുന്ന ഇതിലൂടെ, അതായത് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് ദീർഘോടുന്നാണ് ഗുളികൻ, അതിനെപ്പോലും ബാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു വ്യക്തിയുടെ, പിന്നെ ഒരു വ്യക്തി ജനിക്കുന്നത് കറക്റ്റ് സമയമാണെങ്കിൽ ഞാൻ പലരുടെയും 22-ാം ത്രേക്കാണ അധിപൻ അനുസരിച്ച് ആ വ്യക്തി എപ്പോൾ മരിക്കുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ പണ്ട് ABC ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു അറിയാതൊരു ടോക്ക് അതിനിടയിൽ വന്നുപോയി. പിറ്റേ ദിവസം അലക്സാണ്ടർ DGP സാറും അതിനെക്കുറിച്ചൊരു ടോക്ക് കൊടുത്തു, ഞാൻ കൊണ്ട കണ്ടിന്യൂഷൻ. പക്ഷേ എനിക്ക് അതിന് ശേഷം പിന്നെ പലരുടെ ആയുസ് കുറിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം 22-ാം ത്രേക്കാണാധിപൻ അനുസരിച്ച് ഞങ്ങളുടെ കുട്ടി ആക്സിഡൻ്റായി, അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പൻ എങ്ങനെ അമ്മ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവർ സമയം കുറിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയായി, എപ്പോൾ മരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് ത്രേക്കാണാധിപൻ ഇന്നത് വരുന്ന ആ സമയത്ത് ആൾ മരിക്കും.
ഇന്ന സമയത്ത് ആളുടെ യോഗം ഉണ്ടാവും. പണ്ട് നാരായണത്തുരാന്നും ചോദിച്ച പോലെ തന്നെ ഇതൊരു ശാസ്ത്രമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്ലാനറ്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ബീജവും മണ്ടവും കൂടി ചേരുന്ന സമയത്ത് ഈ ഇതിൽ ആയിരക്കണക്കിന് ക്രോമസോമുകൾ കൂടിച്ചേരുമ്പോഴാണ് ഇവിടെ ജന്മം എടുക്കുന്നത്. ഈ ആയിരക്കണക്കിന് ക്രോമസോം കൂടുന്ന സമയത്ത് അതിലൊരു അണ്ടവും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാവുന്നത്, ഒരു കുട്ടിയാവുന്നത്. അതൊന്നുകിൽ നിങ്ങളാവാം അല്ലെങ്കിൽ ഞാനാവാം, ബാക്കിയെല്ലാം പുറന്തള്ളി പോകുന്നത്. അപ്പോൾ തൊട്ട് യൂണിവേഴ്സൽ എനർജി നമ്മളിലേക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ യൂണിവേഴ്സൽ എനർജിയാണ് ഈ ജനിക്കുമ്പോൾ തൊട്ടുള്ള ഈ പ്ലാനറ്റ്സുകളായിട്ട് നമ്മളിൽ വരുന്നത്. ഇതൊരു പ്രത്യേകിച്ച് ചിലർ പറയും ഹൈന്ദവാചാരപ്രകാരം ജ്യോതിഷമാണ്, ക്രിസ്ത്യൻ ആചാരപ്രകാരം മറ്റു മതാചാര്യം. പക്ഷേ ഇത് ഏത് മതത്തിൽ ജനിച്ചാലും ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ തീർച്ചയായിട്ടും ഈ 12 രാശികളുടെ ഇൻഫ്ലുവൻസ് നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന മരിക്കുമ്പോഴല്ല, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പോലും നമുക്കിതിനേക്ക് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ജ്യോതിഷപരമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചില്ല. പൂർവ്വജന്മം PLR ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഫാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ ഒരുപാട് പേര് ഇവരുടെ പൂർവ്വജന്മം കണ്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മീ. ഞാൻ ഉൾപ്പെടെ ഞാൻ കൊടുത്തവർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഓഫീസിൽ വന്നാൽ കാണാം. അതിനൊരു പ്രത്യേക ഒരു ഇത് തന്നെ ക്ലിനിക്കൽ ഇതാണ്. ആ തെറാപ്പി ദുബായിലൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ പൂർവ്വജന്മം നമ്മളറിയാതെ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാതകത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഈ വ്യക്തി ഇന്നതായിരുന്നു ഇയാളുടെ പൂർവ്വജന്മത്തിലെന്ന് അറിയാം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആ വ്യക്തിയെ ആ തെറാപ്പിയിലൂടെ കൊണ്ടുപോകുന്നത്. അത് ഹിപ്നോസിസിലൂടെയാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ജാതകമായിട്ട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്താൽ ഇത് തന്നെയായിരിക്കും അത്. അപ്പോൾ ഈ 12 രാശികളെന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല, അത്രയും പവർഫുൾ ആണ്. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയം തൊട്ടല്ല അതിന് ഉള്ളിൽ അയാളുടെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തൊട്ടേ ഈ പ്ലാനറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അയാൾക്കുണ്ടാകും. ശരിക്കും സഞ്ചിത കർമ്മങ്ങളെന്ന് പറയുന്നത് ഒരു കർമ്മം തന്നെയാണ്. നമ്മൾ സഞ്ചിയിൽ തൂക്കിയിട്ട് വരുന്ന പോലെ തന്നെയാണ്. പഴയ ജന്മത്തിലെ പൂർവ്വജന്മത്തിലെ ബാധ്യതകളും പേറി വരുന്നവരാണ് നമ്മൾ. പലരും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, എന്നും ജീവിതത്തിൽ ദുരിതമാണ്. എന്നും ദുരിതങ്ങളുള്ളൊരു വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ അയാളെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരു ഇമോഷൻ മാറ്റിയിട്ട് അല്ലെങ്കിൽ അയാളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അയാളുടെ പ്ലാനറ്റ്സിനെയൊക്കെ പഠിച്ച് കാലങ്ങളായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ശരി. അപ്പോൾ ഈ പൂർവ്വജന്മങ്ങളിൽ എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും കർമ്മഫലത്തിന്റെ എന്തെങ്കിലും ഇതുണ്ടാവും. അപ്പോൾ ഈ ജന്മത്തിൽ നമുക്കത് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. അതിനാണ് ഇപ്പോൾ നമ്മൾ PLR കൊടുക്കുന്നത്. കാരണം പൂർവ്വജന്മത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിവിടെ വ്യാഴം എന്ന് പറയുന്ന ജുപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റ്, ഈ ജുപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോമൻ സാമ്രാജ്യക്കാർ വെച്ച് ആരാധിക്കുന്നതാണ്. കാരണം അത് സാമ്രാജ്യത്തിൽ ധനം കൂടുതൽ വരുന്ന ജുപ്പിറ്റർ, ധനകാരകനും സന്താനകാരകനുമാണ് വ്യാഴം എന്ന് പറയുന്ന ജുപ്പിറ്റർ. ഈ ജുപ്പിറ്റർ നമുക്ക് മോശമായാൽ, അതിന് പാപഗ്രഹങ്ങൾ വന്നിട്ട് അതിന് ഏതെങ്കിലും തരത്തിൽ കേന്ദ്രാധിപത്യ ദോഷമോ മൗട്യോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ ധനം നിലനിൽക്കില്ല, ഒരിക്കലും നമുക്ക് ധനസ്രോതസ് ഉണ്ടാവില്ല. പിന്നെ അതിനോട് ബന്ധപ്പെട്ട വ്യാഴം 12 വരിക. പിന്നെ അതുപോലെ ശകടയോഗം എന്ന് പറയുന്നൊരു യോഗം വരിക. ഇതൊക്കെ ചില ജ്യോത്സ്യന്മാർ പറയും പണം കടം മേടിച്ചാൽ കൊടുക്കാൻ പറ്റില്ല, അതാണ് ശകടയോഗം. വ്യാഴം 12 നഷ്ടഭാവം. ഇതൊന്നുമല്ല, പൂർവ്വജന്മ കർമ്മബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന സഞ്ചിത കർമ്മം കൊണ്ടാണ് ഈ വ്യാഴത്തിന് മൗട്യം വരുന്നത്. അവിടെ ശകടയോഗം വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ കാലവും ദരിദ്രനും ദുഃഖിതനുമാവുന്ന കോടികളുടെ ആസ്തിയുള്ളവരും പലരും എനിക്കറിയാം ശകടയോഗം ഉള്ളവരാണ്, വ്യാഴം 12 വ്യാഴത്തിന് പാപഗ്രഹമുണ്ട്. ഈ വ്യാഴഗ്രഹത്തിൻ്റെ മോശം കൊണ്ട് ഇവർ അവസാനം പിച്ചെടുത്ത് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കോടികളുടെ ആസ്തി ഉണ്ടാവാം, ഇതെല്ലാം കൈവിട്ടു പോകും. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആസ്ട്രോളജിയിൽ ശരിക്കും പരിഹാരം ഇല്ല. കാരണം മഹാവിഷ്ണുവാണ് വ്യാഴം എന്ന് പറയുന്നത് ഹൈന്ദവാചാരപ്രകാരം. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർവ്വജന്മ കർമ്മബന്ധങ്ങളാണ് ഇതിലിങ്ങനെ വരുന്നത്. അതിനെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താം. നമുക്ക് ചിലപ്പോൾ മരിക്കുന്ന അന്ന് വരെ പ്രീതിപ്പെടുത്തണം. അതിന് സ്ഥിരമായിട്ട് സ്ഥായിയായിട്ടൊരു പരിഹാരം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്. എന്തുകൊണ്ടാണ് തിരക്ക്? എല്ലാവരും പ്രശ്നക്കാരാണ്. ഇന്ന് പ്രശ്നങ്ങൾ കൂടുന്തോറും ക്ഷേത്രങ്ങളിൽ തിരക്ക് കൂടുന്നു. പക്ഷേ സ്വന്തം ജാതകം എന്താണെന്ന് പോലും അറിയാതെ ഇപ്പോൾ എല്ലാവരും വ്യാഴമാറ്റം യൂട്യൂബ് നോക്കിയിട്ട് വ്യാഴമാറ്റം ശനി മാറ്റം മാറുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ചെടി നട്ടാൽ പണം മുളയ്ക്കും, വീടിൻ്റെ പുറകിൽ പണി പ്ലാന്റ് നട്ടാൽ പണം മുളയ്ക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പണം മുളയ്ക്കും, ഇങ്ങനെ ഒന്നും ചെയ്താൽ പണം മുളയ്ക്കില്ല. പണം ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ സോളും നമ്മളുടെ ജാതകവും നമ്മൾ ജനിച്ച സമയവും കറക്റ്റായിരിക്കണം. അതിനോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് കുറേയൊക്കെ ഒരു 8% 10% വരെ നമുക്ക് ഒരു പ്രൊമോഷൻസ് ഉണ്ടാവും ഈ ലൈഫിൽ എന്നുള്ളത്. അതെനിക്കും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ ഓർമ്മ വെച്ച കാലം തൊട്ട് പൂജയും പരിഹാരവും പ്രാർത്ഥനയും വഴിപാടുകളും പണം ഉണ്ടാവാൻ വേണ്ടിയല്ല ചെയ്തു. അതെൻ്റെ പൂർവ്വജന്മ കർമ്മത്തിൽ ഞാൻ സന്യാസിനിയായിരുന്നു. എൻ്റെ പൂർവ്വജന്മം എന്നെ ഗുരു കാണിച്ചിരുമ്പോൾ ഞാൻ സന്യാസിനിയായിരുന്നു, കാവ്യ കൊടുത്ത സന്യാസിനിയായിരുന്നു. അത് മുഴുവനാവാതെയാണ് എൻ്റെ മരണം.
അതുകൊണ്ട് തന്നെയാണ് ഈ ജന്മത്തിൽ എനിക്ക് ഈ ഒരു കർമ്മബന്ധത്തിലേക്ക് വന്നത്. കുടുംബ ബന്ധങ്ങളെല്ലാം ഞാൻ ഫ്രീ ആയി. ഞാനിന്ന് ആക്ച്വലി ഇന്ന് എനിക്ക് ഈ ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, സോറി, എനിക്ക് ഈ ഒരു കർമ്മമാണ് എനിക്കിന്ന്. പൂജാ പരിഹാരങ്ങൾ, ഉപാസനകൾ, ആസ്ട്രോളജി. 26 വർഷം അധ്യാപികയായിരുന്ന ഞാൻ ഇതിലേക്ക് വന്നതും ആ ഒരു നിമിത്തം മൂലമാണ്. കാരണം ഞാൻ ഒരിക്കൽ എൻ്റെ വീടിൻ്റെ വാസ്തു ക്ലിയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഗുരു എൻ്റെ ജാതകം എടുത്ത് നോക്കുന്നത്. 24ാമത്തെ വയസ്സിലാണ് ജാതകം എടുത്ത് നോക്കിയിട്ടാണ് പറയുന്നത്, നിനക്ക് ഇങ്ങനെ ഒരു യോഗമുണ്ട്, നിനക്ക് ടീച്ചറാവാനല്ല ആചാര്യയാവാനുള്ള യോഗമുണ്ട്, തന്ത്രവിദ്യകൾ പഠിക്കണം, പൂജാ പരിഹാരങ്ങൾ, ജ്യോതിഷം, മാന്ത്രികം, മന്ത്രവിദ്യയൊക്കെ പഠിക്കാനുള്ള യോഗമുണ്ട്, നീ ഇതിലേ നീ അറിയപ്പെടുകയുള്ളൂ, ലോകം അറിയപ്പെടുന്ന ഒരു ആചാര്യയാവും. ഞാൻ ചിരിച്ചു. കാരണം ഇങ്ങനെ യൂട്യൂബ് വരുമെന്നും മീഡിയ വരുമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്നൊന്നും നമുക്കറിയില്ല. എത്ര വർഷങ്ങൾക്ക് മുന്നായിരുന്നു? ഇതൊരു 22 വർഷം മുൻപാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. പക്ഷെ അതിനു മുൻപേ ഞാൻ പൂജാ പരിഹാരങ്ങളും പ്രാർത്ഥനകളും വേദങ്ങളും ഒക്കെ ഞാൻ ചെറുപ്പത്തിലെ വ്രതങ്ങളും ഒക്കെ പഠിച്ചിരുന്നു. വ്രതങ്ങളൊക്കെ നോൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തോ വലുതാകുമ്പോൾ വലിയ മഹാസംഭവമാണെന്ന് ചോദിച്ചിട്ടാണ് മുത്തശ്ശിയുടെ കൂടെ വ്രതങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് മാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അറിയാതെയാണ്, ഞാനൊരു ടീച്ചറായിരുന്നുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന, മെൻ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്ന, അതുപോലെ തന്നെ കുട്ടികൾക്ക് സൈക്കോളജിയൊക്കെ ഏറ്റെടുക്കുന്ന ഒരു ഇതായിട്ട് വന്നതാണ്. പക്ഷെ അറിയാതെ ഡയറക്റ്റ് ഇതിലേക്ക് വന്നു. അപ്പോൾ ഗുരുവിൻ്റെ ആ വാക്കുകൾ അതുപോലെ തന്നെ സക്സസ് ആയി എന്നുള്ളതാണ്. അതായത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയാൽ കൃത്യമായിട്ട് ജ്യോതിഷം മനസ്സിലാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ജ്യോതിഷം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ കാണുന്നത് മുഴുവൻ ജ്യോതിഷമല്ല. വേദിക് ആസ്ട്രോളജി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കേരളത്തിലെ വേദിക് ആസ്ട്രോളജി ഫോളോ ചെയ്യുന്നത് ശരിക്കും തെറ്റാണ്. കേരളത്തിൽ ഒരുപാട് ശാസ്ത്രങ്ങൾ, ഹോരാശാസ്ത്രം, അതുപോലെ തന്നെ ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ വായിച്ചിപ്പോൾ എല്ലാം വായിച്ച് പഠിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഇത് ജ്യോതിഷം ഒരിക്കലും തീരുന്നില്ല. ഈ ശാസ്ത്രം വലിയൊരു മഹാകടലാണ്. എന്താ പറയുക, ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അടുത്തത് പഠിക്കാൻ തോന്നും. ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇന്ന് രാവിലെ നമ്മൾ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ചെറിയ അറിവ് വെച്ചിട്ട് ഒന്നുമല്ല. ഇത് ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിലൊക്കെ പല ഇതുമുണ്ട്, ജാതക ഗണിതങ്ങൾ, സോഫ്റ്റ്വെയർ ജാതകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ ചിരി വരും. ഇതൊന്നുമല്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ സൂര്യൻ എപ്പോൾ 6:34 സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ 6:34 തൊട്ട് അസ്തമനം വരെയുള്ള കാലഘട്ടം നമ്മളിന്ന് രാവിലെ ഗണിക്കുക. അതിൽ ഓരോ പ്ലാനറ്റ്സ് എവിടെ നിൽക്കുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തെ നിന്നിരുന്നിടത്തായിരിക്കില്ല വ്യാഴവും ബുധനും ശനിയും നിൽക്കുന്നത്. അവർ മാറിയിട്ടുണ്ടാവാം. പ്ലാനറ്റ്സ് മാറുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മളൊരാളുടെ ഒരു പരിഹാരക്രിയ ചെയ്യുന്നു, അവിടെ അത് ചെയ്യുന്ന സമയത്ത്, സ്പിരിച്വൽ റെമഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ റെമഡി ചെയ്യുമ്പോഴും നമ്മൾ അവിടെ രാശി എടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നിന്നിരുന്ന ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം ചിലപ്പോൾ 11-ലാണെങ്കിൽ പൂജാ പരിഹാരങ്ങളൊക്കെ ചെയ്ത് അയാൾക്ക് ഫിസിക്കൽ ഒരു പ്രൊമോഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ അയാൾക്ക് തോന്നുകയാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ രാശി വയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് 9-ലേക്കോ 11-ലേക്കോ മാറാം. ഒക്കെ അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്ന് തന്നെയാണ്. പ്രശ്നം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. ഈ 6 മാസത്തേക്കാണെങ്കിലും ഒരു പ്രശ്നം ചെയ്യുന്ന സമയത്ത് നമ്മളത് എടുക്കുന്ന സമയത്തൊക്കെ കിട്ടുന്ന രാശി അത് വളരെ ആക്യുറേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ പ്രശ്ന പരിഹാരം ചെയ്യുന്ന സമയത്ത് തന്നെ അത് എത്രത്തോളം അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും? ഒരു 90% ഒക്കെ നമുക്ക് പറയാം. അല്ല, പ്രശ്ന പരിഹാരം ചെയ്യുന്ന സമയത്ത് 90 അല്ല 100%ഉം പരിഹാരങ്ങൾ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുന്ന ആളും ചെയ്യിക്കുന്ന ആളും, സാധകനും ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കാം, ഞാൻ ആസ്ട്രോളജർ തന്നൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ തന്നെ കൊടുത്ത പരിഹാരം. ചെയ്യുന്ന ആളും ചെയ്യിക്കുന്ന സാധകനും ഒരുപോലെ അതിൽ ഭാഗവത്താണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതിൻ്റെ പരിഹാരം വരും. ചിലപ്പോൾ 3 ദിവസമാവാം, ചിലപ്പോൾ 90 ദിവസമാവാം. പരിഹാരം തീർച്ചയായിട്ടും കിട്ടും. 90% കിട്ടുന്നുള്ളൂ, ബാക്കി 10% കൂടെ കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, നടക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് പറഞ്ഞപ്പോഴാണ് ഈ പാസ്റ്റ് റിലേഷൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, ഇങ്ങനെ 7ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റ് ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രണയം ഉണ്ടായിരുന്നു, അത് നമുക്ക് അതേ ആളെ കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ പ്രണയത്തിൽ തുടരാനോ അങ്ങനെയൊക്കെ പറ്റുന്നൊക്കെ പറയുന്നത്, അതിലൊക്കെ സത്യമുണ്ടാവും? 7ാം ഭാവം സത്യം എന്ന് പറഞ്ഞാൽ അതിന് പല വ്യാഖ്യാനങ്ങളും നമ്മളെ ആസ്ട്രോളജിസ്റ്റ് കൊടുക്കുന്നുണ്ട്. 7ാം ഭാവം എന്ന് പറയുന്നതാണ് നമ്മുടെ കളത്ര ഭാവം. അതായത് വിവാഹം കഴിച്ച് ബന്ധം വരുന്ന ഭാവമാണ് 7ാം ഭാവം. ഒരു ജാതകത്തിൽ 7ാം ഭാവം, ലഗ്നാൽ 7 എന്ന് പറയുന്ന ഭാവമാണ് ഇപ്പോൾ നമ്മൾക്ക് ഭർത്താവ് ആര് ഭാര്യ ആര് എന്ന് കണ്ടുപിടിക്കുന്നത്. ആ 7ാം ഭാവത്തിൽ ശുക്രൻ എന്ന് പറയുമ്പോൾ ലൗകിക സുഖവും ഭോഗസുഖവും ലൈംഗിക സുഖവും എല്ലാം കൊണ്ടുതരുന്ന സംഗതിയാണ് ശുക്രൻ. ഈ ശുക്രന് 7ാം ഭാവത്തിൽ ശുക്രൻ വരികയാണെങ്കിൽ അതിനോട് കൂടി ചേർന്ന് നല്ല ഗ്രഹങ്ങൾ നിൽക്കുകയോ നല്ല ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. ഇനി അതേസമയം അവിടെ ശുക്രന് ശനിയുടെയോ രാഹുവിൻ്റെയോ ഒക്കെ യോഗം വരികയാണെന്ന്, രാഹു സർപ്പമാണ്, അങ്ങനെ ഒരു യോഗം വന്നാൽ ചിലപ്പോൾ പ്രണയം ഉണ്ടാവാം.
അന്യമത പ്രണയം വരാം, അനാരോഗ്യകരമായ ബന്ധങ്ങൾ വരാം. അപ്പോൾ ഈ അനാരോഗ്യകരമായ ബന്ധങ്ങൾ വന്നാൽ അതൊന്നും ഒരിക്കലും വിവാഹത്തിൽ കലാശിക്കാൻ പാടില്ല. ചിലത് പറയുന്നുണ്ട്, ഇപ്പോൾ 7-ൽ രാഹു നിൽക്കുകയാണെന്ന് വിചാരിക്കാം, സർപ്പം നിൽക്കുകയാണെന്ന് വിചാരിക്കാം. സർപ്പം നിൽക്കുകയാണെങ്കിൽ അവിടെ പറയുന്ന ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹം എന്നാണ് പറയുക. അതായത് നമ്മൾ പ്രണയിച്ച് എന്താ പറയുക, വല്ല രജിസ്റ്റർ മാരേജോ വല്ല മരത്തിൻ്റെ ചോട്ടിൽ പോയി മാലയിടോ അല്ലെങ്കിൽ വല്ല അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഈ വീട്ടുകാരെ ആലോചിച്ചാൽ പോലും നടക്കാതെ ഗാന്ധർവ വിധി പ്രകാരം. അപ്പോൾ രാഹുവിന് നമ്മളവിടെ ഒരു പരിഹാരം, സർപ്പത്തിന് പരിഹാരം ചെയ്താൽ ചിലപ്പോൾ ഗാന്ധർവ വിധി പ്രകാരം മാറിയിട്ട് അത് ആചാര്യന്മാരോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അറിഞ്ഞ ഒരു വിവാഹത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അതൊരു പരിഹാരമാണ് അവിടെ. അതുപോലെ തന്നെയാണ് ഈ ശുക്രൻ ഇങ്ങനെ വന്നാൽ പൂർവ്വജന്മത്തിൽ പ്രണയം ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ജന്മത്തിലെ പ്രണയം ഇങ്ങനെ അന്യമത പ്രണയമാവാം, മതം മാറി പ്രണയിക്കാം, ത്രികോണ പ്രേമമാവാം. അത് ശുക്രൻ്റെ 7-ാം ഭാവത്തിലെ ശുക്രൻ്റെ യോഗം നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. അതൊരു 10% ഈ പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷെ പൂർണ്ണമായിട്ട് ശരിയാവണമെങ്കിൽ അതിന് ഏത് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണെന്ന് നോക്കണം. പാപഗ്രഹങ്ങളായിട്ടുള്ള ഗുളികൻ്റെയോ ശനിയുടെയോ ഒക്കെ ദൃഷ്ടി ഉണ്ടെന്നുണ്ട്, സർപ്പത്തിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം വേറെ ഇതിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കാണലുണ്ടല്ലോ 2026 ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ, അങ്ങനെയൊക്കെ, അതൊക്കെ സത്യമാണോ? അത് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ റീച്ച് ഉണ്ടാക്കാനും ഇപ്പൊ തന്നെ നമ്മൾ കോമൺ ആയിട്ട് 2026 ശനിയുടെ മാറ്റം, 2027 ഇനി അടുത്ത ശനി മാറുക. ഓരോരുത്തർക്ക് ശനി നിൽക്കുന്നതും വ്യാഴം നിൽക്കുന്നതുമായിട്ട് നമ്മളിപ്പോൾ ജൂൺ 5-ാം തീയതി വീണ്ടും വ്യാഴം മാറും. ഈ ഗോചരങ്ങളെല്ലാം നമ്മളെ ബാധിക്കണം, നല്ല രീതിയിൽ ബാധിക്കണം. ചീത്ത പെട്ടെന്ന് വലിക്കും, നല്ലത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ ഈ പറയുന്ന പ്രഡിക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കണം. ഓരോ ദശാകാലവും ദശാന്തരകാലവും ശരിയാണോ എന്ന് നോക്കണം. ഇപ്പോൾ വ്യാഴത്തിന് മൗഢ്യമുള്ള ഒരാൾക്ക് ആ ദശാകാലം വ്യാഴമാണ്. ഈ വ്യാഴദശാകാലത്തെ ആൾക്ക് 2026 അയാൾ കുതിച്ചു വരുമൊന്നുമില്ല, അയാൾ താഴെ തന്നെ കിടക്കുകയുള്ളൂ. 20 വർഷത്തെ ശുക്രദശയുള്ളൊരു വ്യക്തി ഒരിക്കലും നേരെയാവാതെ 19-ാം വർഷം എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞിട്ടുണ്ട്. കാരണം 20 വർഷത്തെ ശുക്രദശയിൽ 19 വർഷം അയാൾ നഷ്ടപ്പെട്ടു. ഒരു ജ്യോത്സ്യർ പറഞ്ഞു തനിക്ക് ശുക്രദശയാണ്, താൻ ഇവിടുന്ന് അങ്ങോട്ട് വച്ചടി കയറ്റമായിരിക്കുന്നത്. പുള്ളിക്ക് നഷ്ടപ്പെട്ട 40 ലക്ഷം രൂപയാണ്. ഈ ജ്യോത്സ്യർ പറഞ്ഞ കേട്ടിട്ട് പുള്ളി കൊണ്ടുപോയിട്ട് കിട്ടിയ ക്യാഷ് മുഴുവനും ഡെപ്പോസിറ്റ് ചെയ്തു ഊഹാപോഹ കച്ചവടത്തിൽ. കണ്ട 2024 എൻ്റെ പ്രഡിക്ഷൻസ് പുള്ളി കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വർഷാവസാനം കടബാധ്യതകൾ വരുമെന്ന് മാഡം പറഞ്ഞിരുന്നു. അത് സംഭവിച്ചു, ശരിക്കും സത്യത്തിൽ സംഭവിച്ചു. ആക്ച്വലി ഞാനിപ്പോൾ 40 ലക്ഷം രൂപ കടത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ പ്രഡിക്ഷൻസ് ഒന്ന് മാഡം എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ശുക്രൻ നല്ലതാണ്, നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ അമ്മയോട് ഒരാൾ പറഞ്ഞതാണ്. അത് അനുസരിച്ച് ഞാൻ ശുക്രദശ തുടങ്ങിയപ്പോഴാണ് ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ അയാൾക്ക് ശുക്രന് പാവഗ്രഹത്തിൻ്റെ യോഗമുണ്ട്. ആ ശുക്രൻ അയാൾക്ക് നല്ലതായിരുന്നില്ല. ശുക്രൻ മോശമുള്ള ഒരാൾ ഒരിക്കലും ആ ശുക്രദശാകാലത്ത് രക്ഷപ്പെടില്ല. അയാൾക്ക് പ്രശ്നങ്ങളായിരിക്കും, ബിസിനസ്സിൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ, ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിന് പ്ലാനറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. നമ്മുടെ ജാതകത്തിൽ ദശാകാലം അന്തർദശാകാലം നോക്കിയിട്ടും കൂടെ വേണം നമ്മൾ തീരുമാനം എടുക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സോഡിയാക് സൈൻസ് മാത്രം നോക്കിയാൽ പോരാ. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് ഓരോ വിശ്വാസങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ ചൊവ്വാദോഷം, അതൊക്കെയാണ് നമ്മളെ പോലുള്ള നോർമലായിട്ട് അറിയുന്ന കാര്യം. അപ്പോൾ ഈ ചൊവ്വാദോഷത്തിൻ്റെ ഒക്കെ കാര്യം എങ്ങനെയാണ്? അത് ശരിക്കും ഉള്ളതാണോ? അത് ഈ ചൊവ്വാദോഷമുള്ളവർ തന്നെ കല്യാണം കഴിക്കണം, അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് പണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടതാണ്. ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഞാനൊരു ഹിന്ദി ചാനൽ ഇതിലോ ഒരിക്കലൊരു ക്ലയൻറ്റ് എനിക്ക് അയച്ചു തന്നതാണ്. ചൊവ്വാദോഷം എന്ന് പറയുന്നൊരു ദോഷമില്ല, അത് വെറുതെയാണ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിലൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നൊരു പുള്ളി ഇത് കൊടുക്കുന്നുണ്ട്, ഒരു റീൽസിൽ കണ്ട. അപ്പോൾ പുള്ളി അതെനിക്ക് അയച്ചു തന്നു. എൻ്റെ ഒരു ക്ലയൻറ്റ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നു. അയാളുടെ മകൾക്ക് ആക്ച്വലി ചൊവ്വാദോഷമുണ്ട്. ആ കുട്ടിക്ക് 29 വയസ്സായിട്ട് ഒറ്റ കല്യാണം നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു മാഡം ഇങ്ങനെ ഒരു ഇത് കണ്ടു, ഇത് എന്താ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ മോളുടെ പരിഹാരം നമ്മൾ ചെയ്യണം, പക്ഷേ അതിന് മുമ്പ് ഇതെന്താന്ന് ഞാൻ പറഞ്ഞു. ആ ഇൻ്റർവ്യൂ എടുത്ത ആളുടെ നമ്പറോ വല്ലതും ഉണ്ടോ? താഴെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക. അയാളുടെ മകന് ചൊവ്വാദോഷം ഇല്ല, പക്ഷെ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുക. ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ആ റീൽസിൻ്റെ താഴെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് നമ്പറൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ചൊവ്വാദോഷം എന്ന് പറയുന്നൊരു ദോഷമില്ല, പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇത്രയും ചോദിച്ചാൽ മതി, താങ്കൾ നിങ്ങളുടെ മകളെ അയാളുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചിരിച്ചു. ഇന്നും 32 വയസ്സായിട്ട് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കാരണം ചൊവ്വാദോഷത്തെ പണ്ട് മുതലേ നമ്മുടെ സമൂഹം പേടിച്ചിരുന്നു ഭയങ്കരമായിട്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ചൊവ്വാദോഷം. പെൺകുട്ടികളുടെ 7-ൽ ചന്ദ്രാലും ശുക്രാലും ലഗ്നാലും ചൊവ്വ നിന്നാൽ തീർച്ചയായിട്ടും വൈദവ്യയോഗമാണ്. അപ്പോൾ ആ വൈദവ്യയോഗത്തിന് 8-ാം ഭാവത്തിൽ ചൊവ്വയുള്ള അതേ ജാതകമുള്ള ഒരാൾ വരണം എന്നുള്ളത് നിർബന്ധമാണ്. പണ്ട് ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത് സത്യം തന്നെയാണ്. ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നതിനൊക്കെ തിരുത്തുകൾ ഇപ്പോൾ വന്നതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ ഇപ്പോൾ ആർക്കും വലിയ നിലനിൽപ്പൊന്നും ഇല്ലാത്തത്. ശരിക്കും ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ പഠിച്ച് ഈ ശാസ്ത്രം വേണ്ട രീതിയിൽ നമ്മുടെ ഈ പറയുന്ന ഗ്രഹങ്ങളും
പ്ലാനറ്റ്സ്, മനുഷ്യൻ്റെ സമസ്ത മേഖലയും ഇത് ബാധിക്കുന്നുണ്ട്. എല്ലാവരെയും, നമ്മളെല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അതിൽ ചൊവ്വാദോഷം ഇല്ല എന്ന് എൻ്റെ മകൾക്ക് ചൊവ്വയുണ്ടെന്ന് പറഞ്ഞ് പലരും ജാതകം തിരുത്തണമെന്നുണ്ട്. ഇപ്പോൾ ചില സമയത്ത് ഞാൻ ചില ജാതകങ്ങൾ നോക്കുമ്പോൾ ഞാൻ ചോദിക്കാണ്ട് ഈ ജാതകം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും മേഡം ആരോടും പറയരുത്, ജാതകം തിരുത്തിയതാണ്. കാരണം ചൊവ്വാദോഷം മൂലം പയ്യൻ്റെ കല്യാണം നടക്കുന്നില്ല, അപ്പോൾ ജാതകം തിരുത്തിയതാണ്. അതുകൊണ്ട് തിരുത്തി ഇല്ലാത്തൊരു ജാതകം ആക്കിയെടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താ, അവരുടെ ലൈഫ് സ്പോയിലാവും. 7ാം ഭാവാധിപൻ കുജനോ 7ാം ഭാവത്തിൽ കുജൻ ചൊവ്വയോ വന്നു കഴിഞ്ഞാൽ, കുജനാണ് ചൊവ്വ, വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഒന്നെങ്കിൽ ഡിവോഴ്സ് ആവും. ആയുസിന് ബലമുള്ള ആളാണെങ്കിൽ ഡിവോഴ്സ് ആയിപ്പോവും. ആയുസിന് ബലം ഇല്ലാത്ത ആളാണെങ്കിൽ എങ്ങനെയായാലും അയാൾക്ക് മരണം സംഭവിക്കാം. അപ്പോൾ പിന്നെ കുജന് ചൊവ്വാദോഷമുള്ള ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ ഒരു പുരുഷനെയും തയ്യാറായിട്ട് ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാറില്ല. അത് ആചാര്യന്മാർ അവർക്ക് രസത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല, അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആയുസിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ബർത്ത് ചാർട്ടിൽ ഇങ്ങനെയുണ്ട്, ഇന്ന വയസ്സിൽ മരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ബർത്ത് ചാർട്ട് നോക്കാത്തവരാണെങ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും കർമ്മഫലം കൊണ്ട് അത് മാറിപ്പോകാൻ വല്ല ചാൻസ് ഉണ്ട്? അങ്ങനെ ഉണ്ടാവാം. അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചൊവ്വാദോഷമുള്ള പെൺകുട്ടിയെ കഴിച്ചിട്ട് ആയുസിന് ബലം ഉണ്ടെങ്കിൽ, ബലമുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഡിവോഴ്സ് ചെയ്ത് മാറിപ്പോവാം. അങ്ങനെ സംഭവിക്കാം. ഇപ്പോൾ ഡിവോഴ്സുകൾ കൂടുതൽ സംഭവിക്കുന്നത് 8 പൊരുത്തമുള്ള ജാതകങ്ങളിൽ ജാതകം പൊരുത്തമുണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാവാം. അതിനെ ഡീപ്പായിട്ട് ആരും നോക്കുന്നില്ല. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഞാൻ 1000കണക്കിന് ജാതകങ്ങൾ നോക്കിയിട്ടുണ്ട്. അതിൽ പൊരുത്തം നോക്കിയിട്ടുള്ള ജാതകങ്ങളിൽ പൊരുത്തം മാത്രം 10-7 പൊരുത്തം 10-8 പൊരുത്തമുണ്ട്, സമസപ്തമ യോഗമുണ്ട്. പക്ഷേ അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് വെച്ചാൽ ഡീപ്പായിട്ട് പയ്യൻ്റെ ജാതകവും ഒന്ന് നോക്കാൻ പറയും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഉള്ളിലേക്ക് ഡീപ്പെന്ന് പറഞ്ഞാൽ ഓരോ പ്ലാനറ്റിനെയും നമ്മൾ വിശകലനം ചെയ്യും. ഇപ്പോൾ ലഗ്നത്തിൽ നിന്നാൽ, ലഗ്നാധിപൻ 7ൽ നിന്നാൽ അവിടെ ചിലപ്പോൾ ഭാര്യാനാശം ഉണ്ടാവാം. ഭാര്യാനാശം എന്ന് പറഞ്ഞാൽ ഭാര്യ മരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കാതിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതുപോലെ മരണം സംഭവിക്കാം, ചിലപ്പോൾ വിരഹം സംഭവിക്കാം. ചിലവരുടെ ജാതകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഭർതൃവിരഹം പറഞ്ഞിട്ടുണ്ടാവാം. നാശവും പറഞ്ഞിട്ടുണ്ടാവും, വിരഹവും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭർതൃനാശം എന്ന് പറഞ്ഞാൽ ഭർത്താവ് എങ്ങനെയും വിട്ടുപോയി ഉണ്ടാവണം. അപ്പോൾ അവർ നല്ല സമസപ്തമയോഗത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഭർത്താവിന് അവിടെ നാശം സംഭവിക്കാം. നാശം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മരണമായിരിക്കാം. അയാൾക്ക് ആയുസുണ്ടെങ്കിൽ അയാൾ ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് ഡിവോഴ്സായി പോകും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ, അപ്പോൾ ചോദിക്കാം അങ്ങനെ ആകുമ്പോൾ കല്യാണം നടക്കുമോ എന്ന് ചോദിക്കും. കല്യാണം നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഇപ്പം എൻ്റെ അറിവിലൊരു 10% പാരൻസ് പോലും എല്ലാം ചേർന്നിട്ടും ഇതെല്ലാം നോക്കിയിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കുന്നത്. കാരണം ഡിവോഴ്സ് കൂടി, ഡിവോഴ്സുകൾ ഒരുപാടായി. അതുകൊണ്ട് മക്കളുടെ വിവാഹത്തിൽ അവർ തൃപ്തരല്ല ഇപ്പം. വെറുതെ ഒരു ജാതക ചേർച്ച നോക്കാതെ നോക്കിയിട്ട് കാര്യമില്ല. അതെ അതെ, വെറുതെ ഒരു ജാതക ചേർച്ച നോക്കിയാൽ ഒരിക്കലും അതൊരു എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ ഒരു ഇത് വന്നു, അപ്പം ഞാൻ അവിടെ ജാതകം നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു 10-8 പൊരുത്തം ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇങ്ങനെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മാഡം പറഞ്ഞു ശരിയാണ്, ഞാൻ ഡിവോഴ്സാണ്. 10-8 പൊരുത്തം സമസപ്തമ യോഗം പറഞ്ഞ ജാതകമായിരുന്നു. 3 ഗണിതന്മാരുടെ അടുത്ത് നോക്കി അവർ പറഞ്ഞു നല്ലതാണ്, നടത്തിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഒരു വയസ്സുള്ള കുട്ടിയായപ്പോൾ ഞങ്ങൾ ഡിവോഴ്സായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ജാതകത്തിലുണ്ട് അങ്ങനെ, അവിടെ 7ാം ഭാവാധിപതിയിൽ അങ്ങനെ ഒരു യോഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർ നോക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാർ വന്നിട്ട് അതറിയാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ടോ, അതിലെ ദോഷം മാറ്റാനായിട്ട് വരുന്നവരുണ്ടോ, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് ഈ ജന്മത്തിലുള്ള ദോഷം മാറ്റിയിട്ട് അങ്ങനെയൊക്കെയാണോ കൂടുതൽ ആളുകൾ ആദ്യം ഇതറിയാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇത് എന്താണെന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നവരുണ്ട് 1-2 പേര്. ജസ്റ്റ് അറിയാനെന്ന് പറഞ്ഞാൽ ഇത് ഫാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഈ സംഗതി എങ്ങനെയാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടല്ല, മറിച്ച് ഒരു ജിജ്ഞാസ എന്ന് പറയാം. അവർക്ക് ആഗ്രഹവും മറ്റതും വ്യത്യാസമുണ്ട്. അപ്പോൾ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു കാര്യം ഇത് എന്താണ്, തട്ടിപ്പാണോ, അങ്ങനെ ഒരു അതെ സയൻറ്റിഫിക് ആയിട്ട് ഉള്ള ഒരു ഇതല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പോലും ഈ സംഗതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കിവിടെ എന്താ നടക്കണേന്ന് ഓർമ്മയില്ല. ഓർമ്മയുണ്ടെങ്കിലല്ലേ പിന്നെ അവർക്കൊന്നും ഓർമ്മ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി വന്നിട്ടുള്ള മിക്കവാറും ആൾക്കാർ ഇത് അറിഞ്ഞ് അവരുടെ ആ ഇമോഷൻസും അവരുടെ ആ സഞ്ചിത കർമ്മങ്ങളും ക്ലെൻസ് ചെയ്ത് പോകാൻ വേണ്ടി വന്നിട്ടുള്ളവർ തന്നെയാണ്. അങ്ങനെ ക്ലെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ പ്രൊമോഷൻസും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി ഒക്കെ പ്രൊമോഷൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഞാൻ പോലും ഇങ്ങനെ അധ്യാപികയായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് ആ ഒരു ഡിഗ്നിറ്റിയാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. ആ ഡിഗ്നിറ്റിയിലൂടെ തന്നെ കടന്നു പോകുമായിരുന്നു. പക്ഷെ ഞാനും ഒരുപാട് ഒരു ടീച്ചറായിരുന്നുകൊണ്ടും ഒരു സാധാരണ വീട്ടിൽ ജനിച്ച് വളർന്ന സാധാരണ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളായിട്ട് ജനിച്ച് വളർന്നെങ്കിലും ഒരുപാട് തലത്തിലൂടെ കടന്നു പോകുന്നു. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്താണോ
അവിടെ എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ്റെ ഒരു പ്രൊമോഷൻസ് തന്നെയാണ്. പക്ഷേ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എല്ലാവർക്കും ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെയുണ്ടോ? ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ നമ്മളെടുക്കില്ല. കാരണം നമ്മുടെ ഉപാസനയുടെ ഒരു ഭാഗവും കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന ആളുകൾ. വളരെ റെയറായിട്ട് നമ്മൾ ആളുകളെ നോക്കി അവരുടെ ജാതകവും പഠിച്ചതിന് ശേഷമേ നമ്മൾ എടുക്കാറുള്ളൂ. അത് ഭയങ്കര റിസ്ക് പിടിച്ച അങ്ങനെ എന്തെങ്കിലും ആണ്. ഈ ഹിപ്നോ ചെയ്യുന്ന പോലെ തന്നെ ഫാസ്റ്റ് ലൈഫ് പോകുന്നത് ഹിപ്നോയിലൂടെ ആണല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജിയും കൂടെ നമ്മളിലേക്ക് വരുന്നുണ്ട്. അവരുടെ നെഗറ്റീവ് എനർജി കളയാനാണല്ലോ നമ്മുടെ ജോലി. നമ്മൾ ഇതിലൂടെ നെഗറ്റീവ് കളഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്ത് ലൈഫിലേക്ക് ഒരു തലത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരുടെ ഇത് നമ്മളിലേക്ക് തിരിച്ചു വരണം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നോക്കിയിട്ടേ നമ്മൾ എടുക്കാറുള്ളൂ. വരുന്ന എല്ലാവരെയും കൈനിട്ട് നമ്മൾ സ്വീകരിക്കാറില്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല എല്ലാവർക്കും അതിന് യോഗം ഉണ്ടാവാറുമില്ല. പലരും വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്നെ അവൈലബിൾ ആവില്ല. എൻ്റെ അടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവൈലബിൾ ആവാറില്ല. ആവുന്നവർക്ക് ചിലപ്പോൾ കൊടുക്കാനും പറ്റാറില്ല. വളരെ അപൂർവമായിട്ടുള്ളവർക്ക് മാത്രമേ നമ്മളത് വളരെ ശ്രദ്ധിച്ച ശേഷം ദുബായിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ പലരും പേയ്മെൻറ്റ് പ്രശ്നമല്ല ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാലും വളരെ തുച്ഛമായ ആളുകൾക്ക് നമുക്കത് കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്കതിന് യോഗം ആയിട്ടുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞപ്പോഴാണ് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ പലരും ഇപ്പം നമ്മൾ ഫുൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആളുകൾ, അങ്ങനത്തെ നക്ഷത്രങ്ങളുള്ളവർ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ബാധിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീനെ നമ്മൾ മാക്സിമം കളയാൻ നോക്കണം. പക്ഷെ അത് ശരിക്കും ഉള്ളതാണോ, അത് നമ്മൾ കളയാൻ ശ്രമിക്കണം? നക്ഷത്രങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഒന്നുമില്ല. നക്ഷത്രങ്ങൾക്കല്ല നെഗറ്റീവ് എനർജി. അത് ഞാൻ പറഞ്ഞല്ലോ, പലരും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ശരിക്കും നെഗറ്റീവ് എനർജി മനുഷ്യനിലാണ്, നമ്മുടെ സോളിലാണ് നെഗറ്റീവ് എനർജി, നമ്മുടെ ബോഡിയിലും മൈൻഡിലുമാണ്. ഈ നെഗറ്റീവ് എന്താ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളെ ചീത്ത പറയുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് പോസിറ്റീവാണ്, നിങ്ങൾക്കത് നെഗറ്റീവാണ്. അവിടെ നമ്മൾ വഴക്കാണ് പറഞ്ഞത്. പക്ഷേ ആ പോസിറ്റീവിനെ നെഗറ്റീവിനെ ഉള്ളിൽ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോള് ക്ലിയർ ആണെങ്കിൽ നമ്മൾ ചെല്ലുന്നതോടൊക്കെ പോസിറ്റീവാണ്, കാണുന്നതും പോസിറ്റീവാണ്. അതല്ലാത്തത് കൊണ്ടാണ് ഈ നെഗറ്റീവും പോസിറ്റീവും വരുന്നത്. നെഗറ്റീവ് ഇത് മാറാൻ വേണ്ടി വരുന്ന ആളുകളെ നെഗറ്റീവ് മാറാൻ വേണ്ടി ഗ്ലാസ്സിൽ നാരങ്ങ ഇട്ട് വെച്ചിട്ട് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ വരുന്നവരുടെ നെഗറ്റീവ് എവിടെ പോകാനാ? എന്നെ ബാധിക്കുന്നില്ല എന്നൊരു വിശ്വാസം, അന്ധവിശ്വാസം. എല്ലാ കടയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഗ്ലാസ്സിൽ അത് തമിഴ് വിശ്വാസം. ഗ്ലാസ്സിൽ നാരങ്ങ ഇട്ട് വെച്ചിരിക്കുന്നു, ഒരു നാരങ്ങ. ഈ നാരങ്ങ എന്ന് പറയുന്നതും കല്ലുപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യുന്ന സാധനം. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുമെന്ന് പറയുന്നത്. ഈ വരുന്ന ആളുടെ നെഗറ്റീവ് അത് വലിച്ചെടുക്കുന്നു എന്നുള്ളതല്ല, ആ ഒരു സറൗണ്ടിങ്സിൽ ആ നാരങ്ങയിലൂടെ അത് മാറുന്നു എന്നൊരു വിശ്വാസമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ അയാളുടെ നെഗറ്റിവിറ്റി നമ്മളെ ഇപ്പോൾ ദൃഷ്ടിദോഷം, ആ വരുന്ന ആൾ ഒരു സാധനം കണ്ടിട്ട് പറയാം അയ്യോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ബാധിക്കാം. അതിനെ നെഗറ്റീവ് എന്ന് പറയാം. ദൃഷ്ടിദോഷം ഉണ്ട് അവിടെ. വരുന്ന ആളുടെ ദൃഷ്ടി അങ്ങനെയാണ്. ഇവിടെ നമ്മുടെ ഉള്ളിൽ വീട്ടിൽ കാണാത്ത സാധനങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് അയ്യോ എന്തൊക്കെയാണ് ഇവിടെ, ഒരു സൗകര്യങ്ങൾ നമ്മളെ കണ്ടു, നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടിയെ കണ്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടു, അവർക്കില്ലാത്തത് കാണുമ്പോൾ അവരുടെ ആ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ആങ്സൈറ്റി, അല്ലെങ്കിൽ അവരുടെ ആ എനിക്കിത് ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ഇത്, അതിനെ നമുക്ക് ദൃഷ്ടിദോഷം തന്നെ ചിലവർ പറയും. ശരിക്കും ദൃഷ്ടിദോഷം ഉള്ളതാണല്ലേ? പിന്നെ അത് 100% ഉറപ്പാണ്. ദൃഷ്ടിദോഷവും വാക്കുകളും കൊണ്ടുള്ള ഇത് ഈ പറയുള്ള നാവ്, അതൊക്കെ ഭയങ്കരമായിട്ടുള്ളത്. കരിനാക്കൊക്കെ അത് ഭയങ്കരമായിട്ട്. എനിക്കൊരു ക്ലയൻറ്റ് ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം എനിക്കൊരു കാര്യം പറയാനുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കുറേ കോഴികൾ, ഈ വാത്ത പോലെ വലിയ വലിയ കോഴികളുണ്ടായിരുന്നു. അപ്പോൾ കോഴികൾ സ്ഥിരമായിട്ട് ഇവർ വളർത്തുന്ന കാലം തൊട്ട് കറക്റ്റ് സന്ധ്യാസമയം ആയിക്കഴിഞ്ഞാൽ, അസ്തമനം ആയിക്കഴിഞ്ഞാൽ വന്ന് ഈ കൂട്ടിലേക്ക് കയറും. കൂട്ടിൽ വന്ന് കയറി മുളയുന്നൊരു രീതിയുണ്ട്. ഇപ്പോൾ അത് സമയം പുള്ളിയുടെ ഒരു സുഹൃത്ത് പുറത്തുനിന്ന് വന്ന് കോഴികൾ കയറാൻ വേണ്ടി വന്നപ്പോൾ പുള്ളി കണ്ടുകൊണ്ട് നിന്നിട്ട് ഓ എന്തൊരനുസരണയാണ് കോഴികൾക്ക്, എല്ലാം നല്ല ഭംഗിയായിട്ട് സ്കൂൾ കുട്ടികളെ പോലെ കൂട്ടിലേക്ക് കയറി പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ കൂട്ടുകാരന് സ്വാഭാവികമായിട്ടത് പറഞ്ഞു അയാൾ പോയി. പിറ്റേ ദിവസം പോലെ കോഴികളൊന്നും കൂട്ടി കയറില്ല. കോഴികളെല്ലാം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയും പോയി ഒതുങ്ങി കൂടിയിരിക്കും. ഒന്നും സ്കൂൾ കുട്ടികളെ പോലെ ഇല്ല, അല്ലാതെ ഇല്ല, വിളിച്ചാലും വരില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ഭയങ്കരമായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അത് ശരിക്കും അനുഭവമുള്ളതാണല്ലേ മാഡം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അനുഭവമുള്ളതുകൊണ്ടാണല്ലോ പലരും അങ്ങനെ ഒരു ഇത് വരുന്നത്. എൻ്റെ ഒരു ക്ലയൻറ്റ് ദൃഷ്ടിദോഷം ബാധിച്ച് പുള്ളിക്ക് അസുഖം വന്ന് മരിച്ചിട്ട് പോലും ഉണ്ട് ചെന്നൈയിൽ. അയാൾ വലിയൊരു വീട് പണിതു, നമ്മുടെ ജിപ്സം ബോർഡ് വെച്ച് ഭയങ്കര ഗംഭീരമായൊരു കൊട്ടാരം പണിതു ചെന്നൈയിൽ. ആ കൊട്ടാരം കണ്ട് ആളുകൾ പറഞ്ഞു പുള്ളി അവസാനം പെട്ടെന്ന് പുള്ളി മരിക്കേണ്ടി വന്നു. അതിനുശേഷം ദൃഷ്ടിദോഷത്തിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട്. അതാണെന്ന് തെളിഞ്ഞാൽ പരിഹാരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളുടെ ഫോട്ടോയൊക്കെ നമ്മൾ അങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും പക്ഷെ ഒരുപാട് പേര് ഇപ്പോൾ സെലിബ്രിറ്റികൾ അടക്കം ഇടുന്നുണ്ട്. ഇപ്പോൾ വീട് പണിയുന്നതാണെങ്കിലും അതും എല്ലാം ഇടും. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പതുക്കെ പറയണം, അല്ലെങ്കിൽ ഒരുപാട് പേരോട് പറയരുതെന്നൊക്കെ പറയും. പക്ഷെ എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടും. അപ്പോൾ അത് എങ്ങനെ നമ്മളപ്പോൾ ശരിക്കും കുറയ്ക്കണോ അത്? അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ
മീഡിയയിലിട്ടും യൂട്യൂബിലിട്ടും ആളുകൾ ഇത് എൻജോയ് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ കുറയ്ക്കണം എന്ന് പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് ആരും കുറയ്ക്കൊന്നുമില്ല. പക്ഷേ ഒരുവിധമുള്ള അറിവുള്ളവരാരും അങ്ങനെ, ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി നല്ലൊരു കുട്ടി ഉണ്ടായി, ഇപ്പോൾ ഫിലിം സ്റ്റാർസും അല്ലാതെയുള്ളവരും പലരും അങ്ങനെ ചെയ്തു. പക്ഷേ വിവരമുള്ളവരാരും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് ഡാൻസ് കളിക്കുക, ആടുകയും പാടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കാലം അതിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ കുട്ടി സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ ആ എനർജി പോകും, ഉറപ്പാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നത് കൊണ്ട് അതങ്ങനെ അങ്ങ് തിളച്ച് മറിഞ്ഞ് പോവാണ്. പോണോടത്തോളം പോട്ടെ, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് ബാധിക്കും എന്തായാലും. ഒരു നന്നായിട്ട് പഠിക്കുകയും നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്ന കുട്ടികളെ ചില സമയത്ത് നമ്മൾ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്, കുട്ടികൾ മോശമാവാറുണ്ട്. ഈവൻ ചില സമയത്ത് ഞാൻ തന്നെ പല ചാനലുകാരെ വിളിച്ചിട്ട് ഇപ്പോൾ ഒഴിഞ്ഞു മാറി ഇങ്ങനെ പലതിൽ ഇൻ്റർവ്യൂ വെറുതെയെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക, ഭയങ്കരമായിട്ട് ലൈഫിൽ തന്നെ ഒരു വല്ലാത്തൊരു ഇത് തോന്നുന്ന സമയത്ത് ഞാൻ ഒതുങ്ങിക്കൂടിയ ക്ഷേത്രങ്ങളിലോ എവിടെയെങ്കിലും യാത്ര പോകും, നേരെ ജപം കണ്ടിന്യൂ ചെയ്യും, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തിട്ട് അശോ മേഡം യൂട്യൂബിൽ നിന്ന് എന്തോരം കാശാണെന്നല്ല, യൂട്യൂബിൽ നിന്ന് ഒരു പൈസയും കിട്ടുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ പൊതുവെ ആസ്ട്രോളജിക്ക് ഇത് കുറവാണ്. പിന്നെ അത് കുട്ടികൾക്ക് മാർക്കറ്റ് ചെയ്യാൻ കൊടുക്കുന്നതാണ്, അവരത് ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇതേപോലെ ആരെങ്കിലും വിളിക്കും, അവർക്ക് കണ്ടന്റ് കൊടുക്കും, അത്രേ ഉള്ളൂ. പക്ഷേ അതുപോലും എന്നെ ബാധിക്കുന്ന ചില സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനപ്പൊക്കെ ജപം കൊണ്ടാണ് ഞാൻ എൻ്റെ ആ നെഗറ്റിവിറ്റിയും ദൃഷ്ടിദോഷമൊക്കെ മാറ്റാറ്. സാധാരണക്കാരായവർ വരുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ ചില വല്ല തകിടുകളോ എന്തെങ്കിലും ജപിച്ച് കെട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. പക്ഷേ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഭാവിയിൽ അവരുടെ കുട്ടികൾക്കും കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. ശരിക്കും ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്കൊരു പരിധിവരെ പ്രാർത്ഥന കൊണ്ടൊക്കെ മാറ്റാൻ പറ്റും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന സ്ട്രോങ് ആയിരിക്കണം, നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥന വേണം. ഇപ്പം ഞാനൊരു ഓഫീസിൻ്റെ ഇനാഗ്രേഷൻ രാവിലെ കഴിഞ്ഞു. ആ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിപുലമായിട്ട്, പക്ഷെ ആര് കണ്ടാലും അതൊരു വളരെ ഒരു നല്ല രീതിയിൽ. പക്ഷെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സ്ട്രെസ് ഉണ്ടെന്നുള്ളത് നമ്മൾ അടുത്തറിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഫയം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പല ശത്രുദോഷങ്ങളും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിനെയെല്ലാം പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമൊന്നുമല്ല, ഈ മാതിരിയുള്ള പൂജാ പരിഹാരങ്ങൾ, സ്പിരിച്വൽ റെമഡീസ് കൊണ്ടൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ സ്വപ്നങ്ങൾക്ക് എത്രത്തോളം പങ്കുണ്ട്? സ്വപ്നം കാണുക എന്നുള്ളത്, സ്വപ്നങ്ങൾ ഞാനൊരു സ്വപ്ന വിശകലനം എന്ന് പറഞ്ഞ് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാനൊരു 10-20 സ്വപ്നങ്ങളെക്കുറിച്ച് വിശകലനം കൊടുത്തിരുന്നു. അപ്പോൾ അത് പലർക്കും അനുഭവയോഗ്യമായിട്ടുണ്ട്. ചില സ്വപ്നങ്ങൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉദിക്കാൻ ഇത്ര നാഴികയുള്ള സമയങ്ങളിലൊക്കെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാറുണ്ട് ചില സമയങ്ങളിൽ. അങ്ങനെ അതിന് വിചാരിച്ചിട്ട് എല്ലാ സ്വപ്നങ്ങളും ഒന്നും സാക്ഷാത്കരിച്ചോളണമെന്നില്ല. ചില സ്വപ്നങ്ങൾ നമുക്ക് വരാൻ പോകുന്ന ആപത്തുകളെ, ഇപ്പോൾ സർപ്പത്തിനെ സ്വപ്നം കണ്ടാൽ, സർപ്പത്തിനെ ശരിക്കും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണ്. പാമ്പിനെ തന്നെ പല വിധത്തിൽ കാണുന്നതുണ്ട്. ഇപ്പോൾ കാലിന് മുട്ടിന് കീഴ്പോട്ടേക്ക് ബ്ലഡ് ഒലിക്കുന്നതായിട്ട് കണ്ടാൽ ആപത്ത് വരുന്നു എന്നുള്ളതാണ്. അതൊക്കെ അങ്ങനെ തന്നെ ഒരു ഇതാണ്. അത് സ്വന്തം അനുഭവവും പിന്നെ അതുപോലെ തന്നെ അതങ്ങനെ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. സ്വപ്ന ദർശനം ഇതും അങ്ങനെ. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ് ആക്ച്വലി. ആ ഫ്രണ്ട് ഇങ്ങനെ ഒരാളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ ആള് 2-3 ദിവസത്തിനുള്ളിൽ മരിക്കും. അപ്പം അതൊക്കെ ഉള്ളതാണല്ലേ? അങ്ങനെയുണ്ടോ? അങ്ങനെ 3-4 എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഉള്ളിൽ ഇന്നർ വ്യൂ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രാർത്ഥന എന്തെങ്കിലും കാണുമായിരിക്കാം ചിലപ്പോൾ. ഇപ്പോൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളുടെ വീട്ടിലാരെങ്കിലും നമ്മളുടെ അച്ഛനും അമ്മയും മരിക്കുന്നത് കണ്ടാൽ മറ്റാരെങ്കിലും മരണം നടക്കും. നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുന്ന നല്ലതല്ല, കല്യാണം സ്വപ്നം കാണുന്നത് നല്ലതല്ല, മരണം നടക്കുമെന്നാണ് പറയുക. അതുപോലെ ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടാവുന്നത് ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നം, അതുപോലെ തന്നെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നു, ആ സമയത്ത് അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ, ചില ദർശനങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫിൽ അത് വരാറുണ്ട്. ചിലത് ഭയങ്കരമായിട്ടുള്ള ആപത്ത് വരുന്നു എന്ന് കാണിക്കുന്നത്, സർപ്പം ഇഴഞ്ഞു പോകുന്നത് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നതായിട്ടാണ് കാണുക. അങ്ങനെയൊക്കെ ചില നിമിത്തങ്ങളൊക്കെ ഉണ്ട്. പാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ചിലത് പത്തി വിടർത്തി നിൽക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ്. പാമ്പിനെ കാണുമ്പോൾ പേടിക്കുമല്ലോ നമ്മൾ. ഈ സ്വപ്നങ്ങൾ ഇന്റർപ്രേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും വരാറുണ്ടോ? പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടോ? ഞാൻ യൂട്യൂബിൽ ഇട്ടതിന് ശേഷം പലരും വിളിക്കും. ഇന്നിപ്പോൾ രാവിലെ ഞാൻ നല്ല തിരക്കിലിരിക്കുന്ന സമയത്ത് ഫോൺ എടുത്തപ്പോൾ എന്താ അച്ഛൻ മരിക്കുന്ന സ്വപ്നം കണ്ടോ? ഞാൻ തിരക്കാണ്, പിന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വെച്ചു. നമുക്ക് അതിനൊക്കെ അങ്ങനെ കൺസൾട്ടിങ് കൊടുക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ പറയുന്ന എൻ്റെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നല്ല സ്വപ്നമല്ല കാണുന്ന, ചീത്ത സ്വപ്നമാണെങ്കിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് ജപിച്ചുകൊണ്ട് കിടക്കുക എന്ന് പറയും. തീർച്ചയായിട്ടും ആ സ്വപ്നത്തിൻ്റെ പോലെ അങ്ങനെ പൊക്കോളും. ചില സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഫലിക്കും. അപ്പോൾ അതിനു മുമ്പ് അത് ആരോടെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഫലം കുറയും. അങ്ങനെയുണ്ട്.
അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഇനിയും നമുക്ക് ഇതൊന്നും അല്ല ജ്യോതിഷം എന്ന് പറയുന്നത്, ഇതൊന്നും അല്ല ജ്യോതിഷം തീരില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ഇതിലോ 10 മിനിറ്റിലോ 15 മിനിറ്റിലോ 1 മണിക്കൂറിലൊന്നും തീരുന്നതല്ല ജ്യോതിഷം എന്ന് പറഞ്ഞാൽ. വിശാലമായൊരു ശാഖയും അനന്തമായിട്ട് കിടക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് അത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്താണെങ്കിലും കുറേ അറിവ് പറഞ്ഞു തന്നു. ഇനിയും നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വേറൊരു ദിവസം തീർച്ചയായും ഏതെങ്കിലും ഒരു ദിവസം സമയമുള്ളപ്പോൾ നമുക്ക് ഇരിക്കാം. അപ്പോൾ മൈൽ സ്റ്റോൺ ബിലീവ്സിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് ഡോക്ടർ രമണി പി ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ഈ സമയം ഇത്രയും ചെലവഴിച്ചതിൽ. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും സന്തോഷം.